നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. എല്ലാവരും കൺഫർമേഷൻ ഒക്കെ കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു. മുമ്പിലേക്ക് ഡേറ്റ് വന്നു. ജൂലൈ മാസത്തിലെ നിങ്ങളുടെ പ്രതീക്ഷയോട് കൂടി ഇരിക്കുന്ന പ്രിലിംസ് പരീക്ഷ വന്നു. ഒരുവിധം റിവിഷൻ കൊണ്ടുവരിക. റിവിഷനിലാണ് ഇരിക്കുന്നത്. എപ്പോഴായാലും നിങ്ങളോട് പറയാം, ടോപ്പിക്ക് പഠിച്ചു തീർന്നു കഴിഞ്ഞാൽ ടോപ്പിക്ക് നിങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ ആയാലും ശനി ഞായർ റിവിഷൻ, അല്ലെങ്കിൽ നിങ്ങൾ 2 ദിവസം കൂടുമ്പോൾ റിവിഷനില്ല. എന്തുകൊണ്ടാണ് എല്ലാവരും ഈ ടോപ്പിക്ക് പഠിച്ചവർക്കൊന്നും ലിസ്റ്റ് വരുന്നില്ല? ലിസ്റ്റ് പലരും പറയാറുണ്ട്, സാറേ ഞാൻ എല്ലാം പഠിച്ചതാ ടോപ്പിക്ക്. ആ കാരണം എന്ന് പറഞ്ഞാൽ നിരന്തര പ്രാക്ടീസ് ഇല്ല. നമ്മൾ ഈ ടോപ്പിക്ക് പഠിച്ചു തീർക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്താണ്? ഹാളിൽ ചെല്ലുമ്പം 2 ഓപ്ഷൻ കിടന്ന് കളിക്കും. അയ്യോ അതായിരുന്നു ഇതായിരുന്നു, ആ ഓപ്ഷനും കേട്ടിട്ടുണ്ട്, ഈ ഓപ്ഷനും കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലായി മാറും. അതിനെന്താണ്? നിരന്തര പ്രാക്ടീസ്, മോക്ക് ടെസ്റ്റുകൾ ചെയ്ത്, OMR ചെയ്ത് മൈനസ് കുറയ്ക്കണം. OMR ചെയ്യുമ്പോൾ പലരും പറയും, സാർ എങ്ങനെ മൈനസ് കുറയ്ക്കും? ഞാൻ അല്ലാതെ ചെയ്യുമ്പോഴും ഒക്കെ പിന്നെയും മൈനസ് ആണല്ലോ എന്ന്. അതിന്റെ പ്രധാന പ്രത്യേകത, നിങ്ങൾ വീട്ടിലിരുന്ന് ഒരു OMR ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് തുടരുത്. കാരണം വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു പരീക്ഷ എത്രയോ മാർക്ക് ആവട്ടെ, കാരണം നിങ്ങൾക്കിപ്പം 100 മാർക്ക് 60 ശരിയേ ഉള്ളൂ. അപ്പൊ 60 ശരിയും ചിലപ്പോൾ 2 തെറ്റേ വന്നുള്ളൂ. എന്താ ആശ്വാസം? അല്ലെങ്കിൽ നിങ്ങൾ 60 ശരിയും 30 തെറ്റും എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പൊ നിങ്ങൾ കറപ്പിച്ചു. അപ്പം വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് വേണ്ട, എനിക്ക് ആകെ കൃത്യമായിട്ട് അറിയുന്ന 60 മാർക്കേ ഉള്ളൂ, ബാക്കിയൊക്കെ കൺഫ്യൂഷൻ ആണ് എന്നും പറഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും. 60 ശരിയും 2 തെറ്റ് അല്ലെങ്കിൽ 3 തെറ്റ്, എനിക്ക് 1 മാർക്കേ പോയുള്ളൂ. ഇത് നിങ്ങൾ അതായിരിക്കാം എന്നും പറഞ്ഞ് പല ചോദ്യവും നിങ്ങൾ ചെയ്യും. അത് വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ ചെയ്യാതിരിക്കുമ്പോൾ തുടർച്ച ചെയ്യുമ്പോൾ ഹാളിൽ ചെല്ലുമ്പോഴെന്താ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം എഴുതി നിങ്ങൾ സന്തോഷത്തോടെ ഇറങ്ങും. മൈനസ് ചിലപ്പോൾ 4, 5, 6 ഒക്കെ. 6 മൈനസ് വന്നാൽ 2 മാർക്കല്ലേ പോകുന്നുള്ളൂ. അതുകൊണ്ട് അല്ലാതെ 30 മൈനസ്, 24 മൈനസ്, 15 മൈനസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എത്ര നാളത്തെ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, കഷ്ടപ്പെട്ട് പഠിച്ച് കയറിയ മാർക്കുകളാണ് ഈ മൈനസിലൂടെ കൊണ്ട് കളയുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണം നിങ്ങൾ കേട്ടോ. ഇനി ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്തോണം. എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ ലിസ്റ്റ് 2400, 2500 വരെ ഓപ്പൺ എത്തിക്കഴിഞ്ഞു. കമ്പനി ബോർഡ് LGSൽ 2500 ഓപ്പൺ കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ SCയും മറ്റ് കാസ്റ്റുകാരും ഒക്കെ അങ്ങ് സപ്ലി വരെ പോയി കാണും. അപ്പൊ അതുകൊണ്ട് എവിടെങ്കിലും ലിസ്റ്റിൽ കിടക്കണം. ആദ്യ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ നല്ല ഡെഡിക്കേഷൻ നടത്തണം. അതിനെന്ത് ചെയ്യണം? ഈ പ്രിലിംസ് പരീക്ഷ നിങ്ങൾ പാസ്സാവണേ. അതോ പ്രിലിംസ് പരീക്ഷയില്ലെങ്കിൽ പിന്നെ എന്തോ കാര്യം? അതുകൊണ്ട് എനിക്ക് കിട്ടുമോ ഇല്ലയോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് പഠിക്കാതിരിക്കുക. നിങ്ങൾ ആ സിലബസ് നോക്കിയിട്ട് മാക്സിമം റിവിഷൻ, കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആവുക. മാത്സിന്റെ കൊച്ചു മാത്സുകളൊക്കെ ചെയ്ത് പഠിക്കണം. എവിടെയൊക്കെ പ്രീവിയസ് കണ്ടിട്ടുണ്ടോ അത് ചെയ്യണം. പോർഷൻ ബേസ് വെച്ചും പഠിക്കണം. അല്ലാതെ എനിക്ക് മാത്സ് കിട്ടുമോ ഇല്ലയോ എന്നല്ല. നിങ്ങൾക്ക് ചെറിയ മാത്സുകളെ ചോദിക്കൂ. ഇപ്പം ഒരു വർഗത്തിന്റെ കണക്കായാലും, ഒരു ദശാംശമായാലും, ഒരു ഭിന്നസംഖ്യയായാലും, ഒരു അംശബന്ധമായാലും, ലാഭശതമാനം, വിറ്റ വില, വാങ്ങി വില, LCM HCF, കലണ്ടറിന്റെ കണക്ക്, വരി നിരയും, ഇങ്ങനെയുള്ള തുകകൾ കാണുക, ശരാശരി കാണുക, ഈ ടൈപ്പ് ആയിരിക്കും മാത്സ്. അതെല്ലാം ഇട്ട് റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുക. 20 മാർക്ക് അവിടെ ഉണ്ട്. അവിടെ മാർക്ക് പോവാതെ ചെയ്തോണം കേട്ടോ. അപ്പം മുന്നോട്ടുള്ള പരീക്ഷകളിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടൂടെ. നിങ്ങൾ സന്തോഷത്തോടെ പഠിക്കുക. എന്നും ആത്മവിശ്വാസത്തോടെ രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ ഇന്ന് ഇത്രയും തീർത്തല്ലോ, നാളെ രാവിലെ ഞാൻ ഇന്ന് രാവിലെ 5 മണിക്ക് ടോപ്പിക്ക് തുടങ്ങും എന്ന വാശിയോടുകൂടി സന്തോഷത്തോടെ ഈ ഒരു 1.5 മാസം നിങ്ങൾ പഠിച്ചു നോക്കേ. ഇനി നിങ്ങൾക്ക് മെയും ജൂണും 2 മാസമേ സമയമുള്ളൂ. 2 മാസമേ നിങ്ങളുടെ മുമ്പിലേക്ക് സമയമുള്ളൂ. ആ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായി ഒരു വട്ടവും കൂടെ റിവിഷൻ നടത്തി നോക്ക്. സിലബസ് പൂർണ്ണമായും പഠിച്ചു നോക്ക്. കിട്ടും, ധൈര്യമായിട്ടിരിക്കും. ഇന്ന് ഞാൻ പ്രീവിയസ് കുറെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് ഞാൻ കമ്പനി ബോർഡിന്റെ മാത്രമല്ല, കഴിഞ്ഞ LGS പരീക്ഷയ്ക്കും LDC പരീക്ഷയ്ക്കും ഒക്കെ കണ്ട കുറെ പ്രീവിയസ്, അതും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഞാനൊന്ന് പറഞ്ഞുതരാം. നമുക്ക് തുടങ്ങാം ഇന്നത്തത്. ഓക്കെ, അന്നത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇന്ന് പ്രധാനമായും ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ 1902 കാവേരി നദിയിൽ വന്ന ശിവസമുദ്രം പ്രോജക്റ്റ് ആണ്. 1902 കാവേരി നദി കർണാടകയിൽ വന്ന ശിവസമുദ്രം പ്രോജക്റ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി 1940 വന്ന പള്ളിവാസൽ അല്ലെ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? 1940 വന്ന പള്ളിവാസൽ. മുതിരമ്പുഴ നദിയിലല്ലേ, ഇടുക്കി ജില്ലയിലെ മുതിരമ്പുഴയിലെ പള്ളിവാസൽ. ചിത്തിര തിരുനാളാണ് കൊണ്ടുവരുന്നത്. ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്നറിയാമോ? കേരളത്തിലെ ഏറ്റവും വലുത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്നാണ് വന്നത് 1975 അല്ലെ. 75 ഇടുക്കി ജലവൈദ്യുത പദ്ധതി വരുന്നത്. പക്ഷെ ഇത് കമ്മീഷൻ ചെയ്ത് രാജ്യത്തിന് സമർപ്പിക്കുന്നത്
1976 ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ച വിദേശ രാജ്യം ഏതാണെന്നറിയാമോ? കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. അപ്പം 40 ആദ്യ ജലവൈദ്യുത പദ്ധതി വന്നത് പള്ളിവാസൽ മുതിരമ്പുഴയിലാണ്. 75 വലിയ ജലവൈദ്യുത പദ്ധതി വന്നത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിലെ ഏത് നദിയിലെന്ന് ചോദിക്കും. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിലെ ഏത് നദിയിലാണെന്ന് അറിയാമോ? പെരിയാർ നദിയിലാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഏത് നദിയിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഭാരതപ്പുഴയിലാണ്. അപ്പം ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ പെരിയാറും ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ എന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയാണ് പറയേണ്ടത്. ജില്ല ചോദിച്ചാലെന്ന് പറഞ്ഞേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല അത് ഇടുക്കി ജില്ല. ജലവൈദ്യുത പദ്ധതികൾ പെരിയാർ കൂടുതലും അവിടെയാണല്ലോ. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഭാരതപ്പുഴയിലാണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി, ജലസേചന പദ്ധതികളുള്ള ജില്ല ഏതാണ്? ഭാരതപ്പുഴയാണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി 1902 ശിവസമുദ്രം പ്രോജക്റ്റ് കാവേരി നദിയിലാണ്. കാവേരി നദി കർണാടകയിലെ കുടകിലെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. കർണാടകയിലെ കുടകിലെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരി നദി. കബനി നദി, അമരാവതി ഇതൊക്കെ കാവേരിയുടെ പോഷക നദിയാണ്. നമ്മുടെ കബനി നദിയില്ലേ, കേരളത്തിലെ കബനി നദി, അമരാവതി നദി ഇതൊക്കെ കാവേരി നദിയുടെ പോഷക നദിയാണ്. ഈ കബനി നമ്മുടെ വയനാട് ജില്ലയിൽ നിന്ന്, ഈ വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരി ചെന്ന് പതിക്കുന്നത് തിരുമക്കുടൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതും പരീക്ഷയ്ക്ക് LDCക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ കബനി നദി കാവേരിയുടെ പോഷക നദിയാന്ന് പറഞ്ഞു. ഈ കബനി നദിയും കാവേരിയും തമ്മിൽ പതിക്കുന്നത് ഒരുമിച്ച് എവിടെ വെച്ചാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കർണാടകയിലെ തിരുമക്കുടൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ കർണാടകയിലാണ്. കർണാടകയ്ക്ക് എന്താണ് മനസ്സിലേക്ക് ഓടി വരുന്ന ചോദ്യം? കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കാപ്പി ഏറ്റവും കൂടുതൽ, ചന്ദനം ഏറ്റവും കൂടുതൽ, ആന ഏറ്റവും കൂടുതൽ, സിൽക്ക് ഏറ്റവും കൂടുതൽ, സൂര്യകാന്തി ഏറ്റവും കൂടുതൽ, സ്വർണം ഏറ്റവും കൂടുതൽ, ചോളം ഏറ്റവും കൂടുതൽ, കുരുമുളക് ഏറ്റവും കൂടുതൽ. ഏതൊക്കെ പറഞ്ഞേ? കാപ്പി, ചോളം, കുരുമുളക്, സ്വർണം, ചന്ദനം. കാപ്പി, ചോളം, കുരുമുളക്, സ്വർണം, ചന്ദനം. പിന്നെ പട്ട് അഥവാ സിൽക്ക് ഏറ്റവും കൂടുതൽ, ആന ഏറ്റവും കൂടുതൽ. ഇതൊക്കെ എവിടെയാണ്? കർണാടകയിൽ. അപ്പൊ കാപ്പി ഏറ്റവും കൂടുതൽ എവിടെയാണ്? കർണാടകയിലാണ്. കാപ്പി കൃഷി ആദ്യമായി തുടങ്ങിയത് കർണാടകയിലെ ചിക്ക്മാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ബാബാ ബുദാൻ. കർണാടകയിലെ ചിക്ക്മാംഗ്ലൂരിലെ ബാബാ ബുദാനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാപ്പി കൃഷി തുടങ്ങിയത് കേട്ടോ. കർണാടകയിലെ ചിക്ക്മാംഗ്ലൂരിലെ ബാബാ ബുദാൻ കാപ്പി കൃഷി തുടങ്ങിയത്. മറന്നു പോകരുത്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കർണാടകയിലെ കാപ്പി കൃഷികൾക്ക് ആവശ്യമായ കാറ്റ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. കർണാടകയിലെ കാപ്പി കൃഷിക്ക് ആവശ്യമായ കാറ്റ് ചെറി ബ്ലോസം എന്നതാണ്. തെറ്റരുത്. അപ്പൊ കർണാടകയിലെ കാപ്പി കൃഷികൾക്ക് ആവശ്യമായ കാറ്റ് ഏതാണ്? ചെറി ബ്ലോസം. ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാ? ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലു അല്ലേ? ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ലു ആണ്. ദക്ഷിണേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് മാംഗോ ഷവർ. അതായത് കേരള കർണാടക തീരങ്ങളിൽ വീശുന്ന കാറ്റ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. മാംഗോ ഷവർ. ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ലു ആണ്. ദക്ഷിണേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? മാംഗോ ഷവർ. അതാണ് കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ കാറ്റ് ഏതാണ്? ചെറി ബ്ലോസം. പിന്നെ വേറൊന്നുണ്ട്, ആസാം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലെ ഇടിയോട് കൂടിയ പേമാരിയെ വിളിക്കുന്ന പേര്. ആസാം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലെ ഇടിയോട് കൂടിയ പേമാരി നോർവെസ്റ്റർ അഥവാ കാൽവൈശാഖി എന്നാണ്. നോർവെസ്റ്റർ അഥവാ കാൽവൈശാഖി. കാറ്റുകളൊന്ന് നോക്കിയേക്കണേ. അപ്പം നമ്മൾ അത് പഠിച്ചു. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത നിലയം ഏത് എന്ന് ചോദിച്ചാൽ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം. ജലവൈദ്യുത നിലയം സിന്ദ്രാപോങ് ഡാർജിലിംഗിലാണ്. സിന്ദ്രാപോങ് ഡാർജിലിംഗ് പശ്ചിമ ബംഗാളിലാണ്. ഡാർജിലിംഗ് എവിടെയെന്ന് വെച്ച് 1897 ആദ്യ ജലവൈദ്യുത നിലയം വരുന്നത്. ഓക്കെ, ഈ ദക്ഷിണഗംഗ, വൃദ്ധഗംഗ എന്നൊക്കെ അറിയപ്പെടുന്നത് ഗോദാവരിയാണ്. മറന്നുപോരുത്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് ദക്ഷിണഗംഗ കാവേരി എന്നാണ്. പക്ഷെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് സ്കൂൾ ടെസ്റ്റുകളിൽ വരുന്നുണ്ട് ദക്ഷിണഗംഗയെന്നും വൃദ്ധഗംഗയെന്നും അറിയപ്പെടുന്നത് ഏതാണ്? ഗോദാവരി. തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ, പാതാളഗംഗ ഇവരാ കൃഷ്ണയാണ്. തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ, പാതാളഗംഗ ഏതാണ്? കൃഷ്ണ. അപ്പം വൃദ്ധഗംഗയും ദക്ഷിണഗംഗയും ഗോദാവരി. ഇവർ ഇന്ത്യൻ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മൾ പറയേണ്ടത്? ഗോദാവരിയാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരി നദിയാണ്. പോളാവാരം പദ്ധതി ഏത് നദിയിൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പോളാവാരം പദ്ധതി ഗോദാവരി നദിയിലാണ്.
അപ്പൊ തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ, പാതാളഗംഗ ഏതാണ്? കൃഷ്ണ. മഹാരാഷ്ട്രയിലെ മഹാബലീശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. മഹാരാഷ്ട്രയിലെ മഹാബലീശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കൃഷ്ണ എന്ന് പറയുന്നത്. അതുപോലെ കൃഷ്ണയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിൽ നിന്ന് ഒഴിക്കും? നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണ നദിയിലാണ്. അപ്പൊ നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണ. ഭീമ, തുംഗഭദ്ര എന്നിവ ഏത് നദിയുടെ പോഷക നദിയാ? കൃഷ്ണ നദിയുടെ. ഭീമ, തുംഗഭദ്ര എന്നിവ കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതിയാണ് ദാമോദർ ബർൺ. അപ്പൊ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ദാമോദർ. കഴിഞ്ഞ പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചു. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ ആണ്. അപ്പൊ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ. കുറച്ച് ദുഃഖം ചോദിക്കട്ടെ. ബംഗാളിന്റെ ദുഃഖം ദാമോദർ. ബീഹാറിന്റെ ദുഃഖമാണ് കോസി നദി. ബീഹാറിന്റെ ദുഃഖം ഏതാ? കോസി. ഒഡീഷയുടെ ദുഃഖം മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം മഹാനദി. ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര. ആസാമിന്റെ ദുഃഖം ഏതാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസിയാണ്. ബീഹാറിന്റെ ദുഃഖവും ഇന്ത്യയുടെ ദുഃഖം ഏതാണ്? കോസി. അപ്പം ബംഗാളിന്റെ ദുഃഖം ദാമോദർ, ബീഹാറിന്റെ ദുഃഖം കോസി, ഇന്ത്യയുടെ ദുഃഖം കോസി, ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര, ഒഡീഷയുടെ ദുഃഖം ഏതാണ്? മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം. അമേരിക്കയുടെ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിൽ നിർമ്മിച്ച നദീതട പദ്ധതിയാണ് ദാമോദർ വാലി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദാമോദർ പഠിച്ചു നോക്കണേ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നതും അമേരിക്കയുടെ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിൽ വന്ന പദ്ധതി ഏതാണ്? ദാമോദർ നദീതട പദ്ധതി. ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയും ദാമോദർ ആണ്. ഓക്കെ, ഈ സുവർണ നാര് എന്ന് വിളിക്കുന്നത് ചണത്തിനെയാണ്. സുവർണ നാര് എന്ന് വിളിക്കുന്നത് ഏതാണ്? ചണം. ഗോൾഡൻ ഫൈബർ എന്ന് വിളിക്കുന്നത് ചണമാണ്. സാർവത്രിക നാര് അഥവാ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത് പരുത്തിയാണ് കേട്ടോ. അപ്പൊ സുവർണ നാര് എന്ന് വിളിക്കുന്നത് ഏതാണ്? ചണമാണ്. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ആദ്യത്തെ ചണമില്ല് വന്നത് കൊൽക്കത്തയിലെ റിഷറയിലാണ്. ഇന്ത്യയിലെ ആദ്യ ചണമില്ല് വന്നത് എവിടെ? കൊൽക്കത്തയിലെ റിഷറ. അപ്പം ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ആദ്യത്തെ ചണമില്ല് വന്നത് എവിടെയാണ്? കൊൽക്കത്തയിലെ റിഷറയിലാണ്. ഓക്കെ, ഇനി സാർവത്രിക നാര് ഏതാണ്? പരുത്തി. പരുത്തി ഏറ്റവും കൂടുതൽ ഗുജറാത്ത് ഭാഗത്താണ്. പക്ഷെ പരുത്തി തുണി മില്ലുകളെല്ലാം കൂടുതൽ മഹാരാഷ്ട്രയിലാണ്. അപ്പൊ പരുത്തി ഏറ്റവും കൂടുതൽ ഗുജറാത്തിൽ വരുന്നെങ്കിലും പരുത്തി തുണി മില്ലുകൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. അതുകൊണ്ട് ഈ മഹാരാഷ്ട്രയിലെ മുംബൈ തുറമുഖത്തെയാണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിളിക്കുന്നത്. മഹാരാഷ്ട്രയുടെ മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖമാണ് കേട്ടോ. അപ്പം ഇന്ത്യയുടെ പരുത്തി തുറമുഖം, ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്ന് കേട്ടിട്ടില്ലേ? ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നും ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിളിക്കുന്നത് ഏതാണ്? മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാ? മുംബൈ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം. മുംബൈ തുറമുഖത്തിന്റെ തിരക്കൊഴിവാക്കാനായി വന്ന തുറമുഖം ഏതാണ്? ജവഹർലാൽ നെഹ്റു തുറമുഖം അഥവാ നാവശേവ തുറമുഖം. അപ്പൊ മുംബൈ തുറമുഖത്തിന്റെ തിരക്കൊഴിവാക്കാൻ വന്നത് ഏതാണ്? ജവഹർലാൽ നെഹ്റു തുറമുഖം അഥവാ നാവശേവ തുറമുഖം ഏതെന്ന് വെച്ച്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മുംബൈ തുറമുഖം. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നും ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നും പരുത്തി തുണി മില്ലുകൾ ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെയാണ്? നമ്മുടെ മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. അപ്പം സാർവത്രിക നാര് ഏതാണ്? പരുത്തി. പരുത്തി വ്യവസായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പരുത്തി തുണി വ്യവസായത്തിന് പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. എന്താണ് ഞാൻ പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇരുമ്പുരുക്ക് വ്യവസായം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ധാതു അധിഷ്ഠിത വ്യവസായം ഏതെന്ന് ചോദിച്ചാൽ നമ്മളെ ഇരുമ്പുരുക്ക് വ്യവസായമാണ്. അടുത്ത നോക്കെ, രാജ്യത്ത് പുറത്ത് ആദ്യമായിട്ട് ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസ് വന്നത് എവിടെ? അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് പുറത്ത് ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ് ദക്ഷിണ ഗംഗോത്രി എന്നാണ് അതിന്റെ പേര്. അന്റാർട്ടിക്കയില് 83-84 വരുന്നത്. അപ്പൊ ആദ്യ പോസ്റ്റ് ഓഫീസ്, ആദ്യ പര്യവേഷണ കേന്ദ്രം. അപ്പം ഇത് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യത്തെ പര്യവേഷണ കേന്ദ്രത്തിന്റെ പേരും എന്താണ്? ദക്ഷിണ ഗംഗോത്രി. അപ്പം ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ് വന്നത് എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ്. ആ പേരെന്താ? ദക്ഷിണ ഗംഗോത്രി. 83-84. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ
ആദ്യത്തെ പര്യവേഷണ കേന്ദ്രം ഏത്? ദക്ഷിണ ഗംഗോത്രിയാണ്. 3 പര്യവേഷണ കേന്ദ്രങ്ങൾ അന്റാർട്ടിക്കയിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പര്യവേഷണ കേന്ദ്രം മൈത്രി എന്നും മൂന്നാമത്തെ പര്യവേഷണ കേന്ദ്രം ഭാരതി എന്നും. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം പോകുന്നുണ്ട്, മൈത്രിയൊക്കെ വീണ്ടും പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തത് ദക്ഷിണ ഗംഗോത്രി, 2 മൈത്രി, 3 ഭാരതി. ആർട്ടിക്കിൽ ഒരെണ്ണം ഉണ്ടേ. ആർട്ടിക്കില് കണ്ട, ആർട്ടിക്കിലെ ഒരേ ഒരു പര്യവേഷണ കേന്ദ്രം ഹിമാദ്രിയാണ്. ഹിമാദ്രി. ആർട്ടിക്കിലെ ഒരേ ഒരു പര്യവേഷണ കേന്ദ്രം ഏതാണ്? ഹിമാദ്രി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹിമാദ്രി എന്താ ചോദ്യം? ഹിമാലയത്തിന്റെ നട്ടെൽ എന്ന് വിളിക്കുന്ന ഏതാണ്? ഹിമാലയത്തിന് 3 ഭാഗമല്ലേ? ഏതൊക്കെയാ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിന് 3 ഭാഗം: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി എന്ന് പറയുന്നതാണ് ഹിമാലയത്തിന്റെ നട്ടെല്ല്. ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, നംഗപർവ്വത്, ഇതൊക്കെ ഹിമാദ്രിയിലാണ്. ഈ ഹിമാദ്രി അല്ല, ഞാൻ അല്ലാതെ ഹിമാദ്രിയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, നംഗപർവ്വതൊക്കെ ഏത് കൊടുമുടിയിലാണ്? ഹിമാദ്രിയിലാണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പം ആർട്ടിക്കിൽ ഇന്ത്യയുടെ ഒരേ ഒരു പര്യവേഷണ കേന്ദ്രം ഹിമാദ്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തെ വിളിക്കുന്ന പേരെന്താണ്? ISRO അല്ലെ? ISRO എന്ന് പറയുന്നത് വന്ന വർഷം എന്നാണ്? 1969 ഓഗസ്റ്റ് 15. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ബാംഗ്ലൂരിലെ അന്തരീക്ഷ് ഭവനാണ് ആസ്ഥാനം. ISROയുടെ ആസ്ഥാനം എന്നാണ്? ബാംഗ്ലൂരിലെ അന്തരീക്ഷ് ഭവൻ. എന്നാ വന്നത്? 69 ഓഗസ്റ്റ് 15. നമ്മൾ 69 ഒത്തിരി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. 1969 നമ്മുടെ KSFE വന്ന എന്നാന്ന് ചോദിച്ചിട്ടില്ലേ? KSFE അതായത് കേരളത്തിലെ ഒരു ധനകാര്യ സ്ഥാപനമല്ലേ? KSFE വന്നത് 69. KSFEയുടെ ആസ്ഥാനത്തിന്റെ പറയുന്ന പേര് ഭദ്രതാ ഭവൻ എന്നാണ്. KSFEയുടെ ആസ്ഥാനം ഏതാണ്? ഭദ്രതാ ഭവൻ എന്നാണ്. എന്നാ KSFE വന്നത് 69. പക്ഷേ തിരുവനന്തപുരത്തല്ല ആസ്ഥാനം. ഈ KSRTC, KSEB ഇവരൊക്കെ തിരുവനന്തപുരം. KSFE തൃശ്ശൂരാണ് ആസ്ഥാനം. തൃശ്ശൂർ ഭദ്രതാ ഭവനാണ് KSFEയുടെ ആസ്ഥാനം. 69 വന്നേ. പിന്നെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് 69 ആണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ഏതാണ്? 1969 ജൂലൈ 21. അതുകൊണ്ട് ചാന്ദ്ര ദിനം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചാന്ദ്ര ദിനം എന്നു ചോദിച്ചാൽ ജൂലൈ 21 എഴുതണ്ടേ. എന്നാണ് നീൽ ആംസ്ട്രോങ് കാലുകുത്തിയത്? 1969 ജൂലൈ 21. അതുകൊണ്ട് ചാന്ദ്ര ദിനം എന്നാണ്? ജൂലൈ 21. അത് നല്ലൊരു പോയിന്റ്. പിന്നെ 69 ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാ? ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമല്ലേ ദാദാ സാഹിബ് ഫാൽക്കെ. ആ ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങിയത് 69. ദേവിക റാണി റൂറിച്ചിനാണ് ഇത് ആദ്യമായി ലഭിക്കുന്നത്. 2 മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ 2004 അടൂർ ഗോപാലകൃഷ്ണനും 2023 മോഹൻലാലിനും കിട്ടി. അപ്പം ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച 2 മലയാളികൾ ഏതൊക്കെയാണ്? 2004 അടൂർ ഗോപാലകൃഷ്ണനും 2023 ആർക്കാടെ? മോഹൻലാലിനും കിട്ടി. അപ്പൊ ആദ്യം ലഭിച്ചത് ആർക്കാടെ ഫാൽക്കെ അവാർഡ്? ദേവിക റാണി റൂറിച്ച്. എന്നാ കൊടുത്തു തുടങ്ങിയ 69. ആരാണ് ഈ ഫാൽക്കെ? ഇന്ത്യൻ സിനിമയുടെ പിതാവ് അല്ലെ? ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ സിനിമയായ രാജാ ഹരിശ്ചന്ദ്ര പുറത്തിറക്കിയ ആള്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ സിനിമ ഏതാണ്? രാജാ ഹരിശ്ചന്ദ്ര. 1913 രാജാ ഹരിശ്ചന്ദ്രയുടെ സംവിധായകനാണ് ദാദാ സാഹിബ് ഫാൽക്കെ. ഇദ്ദേഹമാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ്. ആരാ മലയാള സിനിമയുടെ പിതാവ്? JC ഡാനിയൽ അല്ലെ? മലയാള സിനിമയുടെ പിതാവ് ആരാ? JC ഡാനിയൽ. ഇദ്ദേഹമല്ലേ മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഇറക്കിയത്? വിഗതകുമാരൻ. 1928 മലയാളത്തിലെ ആദ്യത്തെ സിനിമയായി വിഗതകുമാരൻ പുറത്തിറക്കിയത് ആരാണ്? JC ഡാനിയൽ. 1928 അത് ശബ്ദമല്ലടേ. മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ മതി. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ എന്ന് എടുത്തു ചോദിച്ചാൽ ബാലൻ പറയണം. അതൊക്കെ ചോദിക്കാമേ, നല്ല ക്വസ്റ്റ്യനാ. അപ്പം 28 ആദ്യ മലയാള സിനിമ വിഗതകുമാരൻ, നിശബ്ദമായിരുന്നു. ആദ്യ ശബ്ദ സിനിമ ചോദിച്ചാൽ ഏതാണ്? ബാലനാണ്. അത് 38 NS നൊട്ടോണിയാണ് അതിന്റെ സംവിധായകൻ. ഓക്കെ, തിരിച്ചു വരാം നമുക്ക്. അപ്പോൾ ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? അത് നമ്മുടെ തുമ്പയിലാണ്. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാ? തുമ്പ. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാ? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ആന്ധ്രാപ്രദേശിലാണ്. സതീഷ് ധവാൻ, ശ്രീഹരിക്കോട്ട എന്ന് കേട്ടിട്ടില്ലേ? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? വീലർ ദ്വീപ്. അത് വീലർ ദ്വീപാണ്. ഒഡീഷയിലെ ചാന്ദിപ്പൂരില് APJ അബ്ദുൽ കലാം ദ്വീപ് എന്നും പേരുണ്ട്. അപ്പം ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് ISRO. അവരുടെ തന്നെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ തുമ്പയിലെ VSSC. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ചോദിച്ചാൽ ശ്രീഹരിക്കോട്ട. ഇത് 1973. തുമ്പ വരുന്നത് 63 62 വന്നു. 63 അവിടുന്ന് ആദ്യത്തെ റോക്കറ്റ് വന്നു. ഇത് 1973
1971-72 സമയത്താണ് വരുന്നത് കേട്ടോ. ഇതൊന്നും വേണ്ട, LDC സമയത്ത് നിങ്ങൾ ബേസ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പൊ ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം തെറ്റരുത്. വീലർ ദ്വീപ് എവിടാണ്? ഒഡീസയിലെ ചാന്ദിപ്പൂരിലാണ്. അടുത്ത ചോദ്യം നോക്കേ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? മൗലാന അബുൽ കലാം ആസാദ്. വെരി ഇമ്പോർട്ടന്റ്, നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 പറയുന്നത്. അപ്പൊ മൗലാന അബ്ദുൽ കലാമിന്റെ ജന്മദിനമായ നവംബർ 11 നമ്മൾ എന്ത് പറയുന്നു? ഇന്ത്യൻ വിദ്യാഭ്യാസ ദിനമാണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ദിനം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ വിദ്യാർത്ഥി ദിനം അല്ലെങ്കിൽ ലോക വിദ്യാർത്ഥി ദിനം എന്നു ചോദിച്ചാൽ ഒക്ടോബർ 15 പറയണ്ടേ. അത് APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ്. അപ്പൊ ലോക വിദ്യാർത്ഥി ദിനം എന്ന് ചോദിച്ചാൽ ഒക്ടോബർ 15, ഇന്ത്യൻ വിദ്യാഭ്യാസ ദിനം ചോദിച്ചാൽ നവംബർ 11. ഒക്ടോബർ 15 APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനവും, നവംബർ 11 നമ്മുടെ ആരുടെ? മൗലാന അബുൽ കലാം ആസാദ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥ പഠിച്ചു വെക്കണേ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു, ഇന്ത്യ വിൻസ് ഫ്രീഡം. ആരുടെ ആത്മകഥ? മൗലാന അബുൽ കലാം ആസാദിന്റെ. മൗലാന അബുൽ കലാം ആസാദിന്റെ പത്രങ്ങളാണ് അൽ ഹിലാൽ, അൽ ബലാക്ക്. അപ്പം അൽ ഹിലാൽ, അൽ ബലാക്ക് എന്നീ പത്രങ്ങൾ ആരുടെയാണ്? മൗലാന അബുൽ കലാം ആസാദ്. ആത്മകഥയുടെ പേര് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 വിദ്യാഭ്യാസ ദിനമാണ്. ഇദ്ദേഹത്തിന് മറ്റു പ്രത്യേകത എന്താണ്? ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? അതായത് ഈ മൗലാന അബുൽ കലാം ആസാദാണ് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ INC-യിൽ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ആയതായിരുന്നു വെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ INC-യിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ 1940 മുതൽ 46 വരെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ പ്രസിഡന്റ് ആയതായിരുന്നു വെച്ചിട്ടുണ്ട്. 40 മുതൽ 46 വരെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ പ്രസിഡന്റ് ആയതാര? മൗലാന അബുൽ കലാം ആസാദ്. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി മൗലാന അബുൽ കലാം ആസാദ്. അടുത്ത നോക്കെ, മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള ബേസ് ഭാഗം നോക്കെ ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. സർദാർ വല്ലഭായ് പട്ടേലാണ്. എത്ര എണ്ണം ഉണ്ടേ? മൗലികാവകാശങ്ങൾ തുടക്കത്തിൽ 7 എണ്ണമാണ്. ഇപ്പൊ എത്രയുടെ? 6 എണ്ണമാണ്. 7ാമത്തെ ഏതായിരുന്നടേ? സ്വത്തവകാശമായിരുന്നു. അത് എടുത്തു കളഞ്ഞു അല്ലെ? സ്വത്തവകാശം എടുത്തു കളഞ്ഞില്ലേടെ? എങ്ങനെ എടുത്തു കളഞ്ഞേ? 1978-ലെ 44-ാം ഭേദഗതി പ്രകാരം. 78-ലെ 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും മാറ്റി. ഇപ്പൊ ഏത് കിടക്കിയാണ് സ്വത്തവകാശം? 300A-യിലാണ് കിടക്കുന്നത്. നിയമാവകാശമായ 300A-യിലാണ് സ്വത്തവകാശം കിടക്കുന്നത്. ഓക്കെ. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും ഇന്ത്യയുടെ പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡിയുമാണ്. അപ്പൊ മൗലികാവകാശത്തിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നും. ശില്പി ആരെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 6 എണ്ണമാണ്. ഇത് എടുത്തു കളഞ്ഞ ഭേദഗതി മൊത്തം ആദ്യം 7 എണ്ണമായിരുന്നു. 7ാമത്തെ എടുത്തു കളഞ്ഞത് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റി ഇപ്പം നിയമാവകാശമാണ്. എടുത്തു കളഞ്ഞ ഭേദഗതി 78-ലെ 44-ാം ഭേദഗതിയാണ്. ആ സമയത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 31-ലെ കറാച്ചി സമ്മേളനമായിരുന്നത്. 31-ലെ മൗലികാവകാശങ്ങളുടെ പ്രമേയം പാസാക്കിയത് ഏതാ? 31-ലെ കറാച്ചി സമ്മേളനം. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചത് 27-ലെ മദ്രാസ് സമ്മേളനം. ആ സമയത്ത് INC-യുടെ പ്രസിഡന്റ് MA അൻസാരിയാണ്. അപ്പൊ ഈ 2 പോയിന്റ് തെറ്റരുതേ. മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ 31-ലെ കറാച്ചി സമ്മേളനം. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാന പ്രമാണം എന്ന് പ്രഖ്യാപിച്ചത് 27-ലെ മദ്രാസ് സമ്മേളനമാണ്. MA അൻസാരി ആയിരുന്നു ആ സമയത്തെ INC-യുടെ പ്രസിഡന്റ്. ഇനി സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് 78-ലെ 44-ാം ഭേദഗതി. ആ സമയത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി, പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി. സ്വത്തവകാശം ഇപ്പോൾ എത്രയിലാണ്? 300A-യിലാണ് അല്ലെ? സുപ്രീം കോടതിയുടെ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഇതും ഒന്ന് കമ്പാരിസൺ പഠിച്ചേക്കണം. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 32, ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226. അപ്പൊ സുപ്രീം കോടതിയുടെ റിട്ട് എത്രയാണ്? 32. ആർട്ടിക്കിൾ എത്രയാണ്? ഹൈക്കോടതിയുടെ 226. എന്നാണ് സുപ്രീം കോടതി വന്നത്? 1950
ജനുവരി 28 കേട്ടോ. സുപ്രീം കോടതി വന്നതെന്നാണ് 1950 ജനുവരി 28. ന്യൂഡൽഹിയിലെ തിലക് മാർഗാണ് ആസ്ഥാനം. സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ തിലക് മാർഗ്. എന്നാ വന്നത്? 50 ജനുവരി 28 വന്നത്. ഓക്കെ. ഈ സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഹരിലാൽ ജെ കെനിയ. സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹരിലാൽ ജെ കെനിയ. ഒരേ ഒരു ചീഫ് ജസ്റ്റിസ് മലയാളി ആയിട്ടുണ്ട്, KG ബാലകൃഷ്ണൻ. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പുകാരനാണ്. അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഒരേ ഒരു മലയാളി ആരാണ്? KG ബാലകൃഷ്ണൻ. അല്ലാതെ സുപ്രീം കോടതി ജഡ്ജിയായ മലയാളി ഫാത്തിമ ബീബി എന്ന് പറയണം കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ച് എഴുതാവേ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഒരേ ഒരു മലയാളി KG ബാലകൃഷ്ണൻ, കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്. സുപ്രീം കോടതി ജഡ്ജിയായ ഒരേ ഒരു ആദ്യത്തെ മലയാളി ഫാത്തിമ ബീബി. പത്തനംതിട്ടക്കാരിയാണ് ഫാത്തിമ ബീബി. അത് ജഡ്ജിയാണ് കേട്ടോ. അപ്പൊ സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസിന്റെ പേര് പറഞ്ഞ ഹരിലാൽ ജെ കെനിയ. മലയാളി ആരാണ്? നമ്മുടെ KG ബാലകൃഷ്ണൻ. ഇപ്പോഴത്തെ ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? സൂര്യകാന്ത് അല്ലെ? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സൂര്യകാന്ത്. 110.001 സുപ്രീം കോടതിയുടെ പിൻകോഡ് ചോദിക്കും. പാർലമെന്റിന്റെ പിൻകോഡ് തന്നെയാണ് ഇപ്പൊ സുപ്രീം കോടതിയുടെ പിൻകോഡ് 110.001. അപ്പൊ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 226. 1956 നവംബർ 1 കേരള ഹൈക്കോടതി വന്നത് കേട്ടോ. 1956 നമ്മുടെ കേരള സംസ്ഥാനം നിലവിൽ വന്ന അതേ ഡേറ്റിൽ തന്നെ 56 നവംബർ 1 കേരള ഹൈക്കോടതി വന്നത്. കേരളം വന്നത് 56 നവംബർ 1, കേരള ഹൈക്കോടതി വന്നത് 56 നവംബർ 1, കേരള PSC നിങ്ങളിപ്പോൾ പഠിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ ഇല്ലയുടെ PSC വന്നത് 56 നവംബർ 1, കേരള പോലീസ് വന്നു, കേരള ജയിൽ വകുപ്പ് വന്നു. ഇതെല്ലാം 56 നവംബർ 1 വന്നേ. കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്തായിട്ടുള്ള വന്യജീവി സങ്കേത കേന്ദ്രമല്ലേ മംഗളവനം? കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേത കേന്ദ്രം ഏതാണ്? മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം ഏതാ? മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമല്ലേ? കൊച്ചിയുടെ ശ്വാസകോശം എന്നും ഒരു നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേത കേന്ദ്രം, കണ്ടൽ കാടുകൾ നിറഞ്ഞ പക്ഷി സങ്കേത കേന്ദ്രം, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? മംഗളവനം. അപ്പൊ കൊച്ചിയുടെ ശ്വാസകോശം എന്നും നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതും കണ്ടൽ കാടുകൾ നിറഞ്ഞതും കേരളത്തിലെ ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതും ഒക്കെ ഏതാണ്? മംഗളവനമാണ്. വലുതേതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേത കേന്ദ്രം അതും എറണാകുളം ജില്ലയിലെ തട്ടേക്കാട്. എറണാകുളത്തെ കോതമംഗലത്തെ തട്ടേക്കാടാണ് വലുതേതെന്ന് വെച്ചിട്ടുണ്ട്. പഠിച്ചു വെച്ചിരിക്കണത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഭാരതരത്ന 54 കൊടുത്തു തുടങ്ങി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണ്? ഭാരതരത്നം 54 കൊടുത്തു തുടങ്ങുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനിക പുരസ്കാരം പരമവീര ചക്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനിക പുരസ്കാരം ഏതാണ്? ഭാരതരത്ന ആദ്യമായി നേടിയത് ആരാന്നറിയാമോ? ഭാരതരത്ന ആദ്യമായി നേടിയതായിരുന്നു വെച്ചാൽ നിങ്ങൾ പറയേണ്ടത് നമ്മുടെ 3 പേർക്കാണ്. C രാജഗോപാലാചാരി, CV രാമൻ, ഡോക്ടർ രാധാകൃഷ്ണൻ. ഭാരതരത്ന ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? C രാജഗോപാലാചാരി, CV രാമൻ, ഡോക്ടർ രാധാകൃഷ്ണൻ. ഇന്ത്യയിൽ ഇപ്പൊ എത്ര ഇന്ത്യയിലെ ആദ്യത്തെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് തമിഴിനാണ്. ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ ലഭിച്ചത് 2004 തമിഴിനാണ്. ഇനി അവസാനമായി, അത് പുതിയത്, അവസാനം എന്നില്ല, ഇപ്പം പുതിയതായിട്ട് വന്നു, 11 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവി. ഇപ്പൊ എത്രയാണ്? 11 ഭാഷകൾക്ക് കിട്ടി. തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ, പ്രാകൃത്, പാലി, മറാത്തി, ബംഗാളി നമ്മൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെ 11 എണ്ണത്തിനാണ് പുതിയതായിട്ട് വന്നത്. അത് ഞാൻ തിരുത്തി എഴുതിയേക്കാം. 11 എണ്ണമാണ് PDF-ൽ ഇട്ട് വെച്ചേക്കാം. ഓക്കെ. അപ്പം ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷ ഏതാണ്? ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് തമിഴാണ്. മലയാളത്തിന് 5ാം സ്ഥാനമാണ് കേട്ടോ. മലയാളത്തിന് എത്രാം സ്ഥാനമാണ്? 5ാം സ്ഥാനമാണ് ക്ലാസിക്കൽ ഭാഷയിൽ. 2013 മെയ് 23 2013 മെയ് 23 മലയാളത്തിലെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. അപ്പൊ ക്ലാസിക്കൽ ഭാഷയിൽ 1ാം സ്ഥാനം ആരാടെ? തമിഴ്. 2ാം സ്ഥാനം ആരാ? സംസ്കൃതം. മൊത്തം എത്ര ഭാഷകളുണ്ടേ? 11 ഭാഷകൾ. അടുത്ത ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി തന്നേക്കാം. മലയാളത്തിൽ എത്രാം സ്ഥാനമാണ്? 2013 മെയ് 23 മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി വന്നത് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ
ജില്ലയിൽ 1959 ഒക്ടോബർ 2-നാണ് പഞ്ചായത്ത് രാജ് വന്നതെന്നാണ്. 59 ഒക്ടോബർ 2-ന് നാഗൂറിൽ നമ്മുടെ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് വന്നത് എവിടെയാണ്? 1952 ഒക്ടോബർ 2-ന് ആരാ ഉദ്ഘാടനം ചെയ്യുന്നത്? നെഹ്റു. രാജസ്ഥാനിലെ നാഗൂറിലാണ്. പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ അതേ വർഷം തന്നെയാണ് വരുന്നത്. അപ്പം പഞ്ചായത്ത് രാജിന്റെ പിതാവാരാ? ബൽബന്ത് റായ് മേത്ത. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവാരാണ്? ബൽബന്ത് റായ് മേത്തയാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് ഏതെന്ന് ചോദിച്ചാൽ ബൽബന്ത് റായ് മേത്ത. ഓക്കെ, പഞ്ചായത്ത് രാജ് എന്ന പദം കൊണ്ടുവന്നത് നെഹ്റു ആണ്. പഞ്ചായത്ത് രാജ് എന്ന പദം കൊണ്ടുവന്നത് നെഹ്റു. പഞ്ചായത്ത് രാജിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ബൽബന്ത് റായ് മേത്തയാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് വന്നതെന്നാണ് 1959 ഒക്ടോബർ 2-നാണ് ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം വരുന്നത്. അതിന്റെ ഡീറ്റെയിൽ വേറെയൊക്കെ ഞാൻ അല്ലാതെ പറഞ്ഞുതരാം. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം ഞാൻ പഠിപ്പിച്ചല്ലോ, 2013 മെയ് 23. ഏറ്റവും വലിയ ദ്രാവിഡ ഭാഷ ഏത് എന്ന് ചോദിച്ചാൽ ക്ലാസിക്കൽ ഭാഷ തന്നെയാണ് ഏറ്റവും പഴയ. അപ്പൊ ഏറ്റവും പഴയ ക്ലാസിക്കൽ ഭാഷയിൽ നിന്നും ഏറ്റവും പഴയ ദ്രാവിഡ ഭാഷ എന്നൊക്കെ പറയുന്നത് തമിഴാണ്. ഏറ്റവും പുതിയ ദ്രാവിഡ ഭാഷ മലയാളമാണ് കേട്ടോ. അപ്പൊ തമിഴ് ഏറ്റവും പഴയ ദ്രാവിഡ ഭാഷ തമിഴ്, ഏറ്റവും പുതിയ ദ്രാവിഡ ഭാഷ ഏതാണ്? മലയാളം. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ദ്രാവിഡ ഭാഷ എന്ന് ചോദിച്ചാൽ തെലുങ്കാണ് എഴുതേണ്ടത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ദ്രാവിഡ ഭാഷ ഏതാണ്? തെലുങ്കാന. മലയാള ഭാഷയുടെ ഉൽപ്പത്തി എപ്പോഴും തമിഴിൽ നിന്നാണ് കേട്ടോ. പലരും സംസ്കൃതം എന്നൊക്കെ എഴുതി വെക്കും. മലയാള ഭാഷ ഏത് ഭാഷയിൽ നിന്നാണ് ഉണ്ടായത്? തമിഴിൽ നിന്നാണ്. ഇനി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഇന്ത്യ ഗേറ്റും LGSന് ചോദിക്കാം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈ ആണ്. മുംബൈയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹിയിലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഈ മുംബൈയിലും, ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ന്യൂഡൽഹിയിലുമാണ് ഉള്ളത്. ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ് ഹോമി ജെ ബാബ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് രാജാ രാമണ്ണ. അപ്പം ഇന്ത്യൻ ആണവശാസ്ത്രം വേറെ, ഇന്ത്യൻ അണുബോംബ് വേറെ, ആറ്റം ബോംബ്. അപ്പൊ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ഹോമി ജെ ബാബ. ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ് ആരാണ്? രാജാ രാമണ്ണ. രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണേ. ഇനി ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് ആര്? ജെയിംസ് അഗസ്റ്റസ് സിക്കി. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് ആരാണ്? ജെയിംസ് അഗസ്റ്റസ് സിക്കി. ആദ്യത്തെ പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. ആദ്യ പത്രം അല്ലെ? 1780 ജനുവരി 29-നാണ് ഇന്ത്യയിലെ ആദ്യ പത്രം വരുന്നത്. 1780 ജനുവരി 29-ന് ഇന്ത്യയിലെ ആദ്യ പത്രം വരുന്നു. ഇന്ത്യയിലെ ആദ്യ പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ജെയിംസ് അഗസ്റ്റസ് സിക്കി. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ്, ദ ഫാദർ ഓഫ് ഇന്ത്യൻ ജേർണലിസം ചോദിച്ച ചലപതി റാവു ആണ് പറയണ്ടേ. പത്രത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് സിക്കി, പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചലപതി റാവു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ തുഷാർ കാന്തി ഘോഷ്. ഇന്ത്യൻ പത്രത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ്? തുഷാർ കാന്തി ഘോഷ്. അപ്പം പത്രത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് സിക്കി, പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചലപതി റാവു, പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ്? തുഷാർ ഗാന്ധി ഘോഷ് ആണ്. ഓക്കെ, ലോക സുന്ദരി പട്ടം മിസ് വേൾഡ്. മിസ് വേൾഡ് ആദ്യമായി കിട്ടിയ ഇന്ത്യക്കാരി എന്ന് ചോദിച്ചാൽ റീത്ത ഫാരിയ. 1966-ലാണ്. അപ്പം മിസ് വേൾഡ് പട്ടം കിട്ടിയ ആദ്യ വ്യക്തി ആരാണ്? റീത്ത ഫാരിയ. 66. വിശ്വസുന്ദരി പട്ടം മിസ് യൂണിവേഴ്സ് ആദ്യമായി കിട്ടിയത് സുസ്മിത സെൻ 94-ല്. ആ വർഷം ഈ 94-ന്റെ ഒരു പ്രത്യേകതയുണ്ട്. മിസ് വേൾഡും മിസ് യൂണിവേഴ്സും ഇന്ത്യയിൽ തന്നെയായിരുന്നു. 94-ൽ ഐശ്വര്യ റായിക്ക് മിസ് വേൾഡും മിസ് യൂണിവേഴ്സ് സുസ്മിത സെൻ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ 94-ല്. അപ്പം പക്ഷെ ഇവിടെ മിസ് വേൾഡ് ആദ്യം കിട്ടി ഇന്ത്യക്കാരി റീത്ത ഫാരിയ 66-ല്. മിസ് യൂണിവേഴ്സ് ആദ്യം കിട്ടി ഇന്ത്യക്കാരി സുസ്മിത സെൻ 94. ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായ രാജ്കുമാരി അമൃത് കൗർ. അപ്പം WHO ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ രാജ്കുമാരി അമൃത് കൗർ. ഇന്ത്യയുടെ ആദ്യത്തെ ഏത് മന്ത്രിയാ? ആരോഗ്യമന്ത്രി. ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ് രാജ്കുമാർ അമൃത് കൗർ. ലോകാരോഗ്യ സംഘടന വന്നത് 48 ഏപ്രിൽ 7-ന് ജനീവ ആസ്ഥാനമാക്കിയാണ് വരുന്നത്. ഇതിന്റെ തലപ്പത്ത് രാജ്കുമാരി അമൃത് കൗർ. ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത് കൗർ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്ന ആദ്യ വനിത ആരാ? ആനി ബസന്റ്. 17-ല് കൊൽക്കത്ത അല്ലെ. INC-യുടെ പ്രസിഡന്റ് ആവുന്ന വനിത ചോദിച്ചാൽ 17-ല് ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാലോടെ സരോജിനി നായിഡു. 25-ൽ കാൺപൂർ. ബേസിക് ക്വസ്റ്റ്യനുകളൊക്കെ ആയിരിക്കും വരുന്നത്. 25-ൽ സരോജിനി നായിഡു. കാൺപൂർ സെക്ഷൻ ആണ്. കാൺപൂർ സെക്ഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വനിതയും ആദ്യ ഇന്ത്യൻ വനിതയും നമ്മൾ വന്നു. ഇനി ഓസ്കാർ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ
ബാനു അത്തയ്യയുടെ. 83 ഗാന്ധി സിനിമയുടെ വേഷവിധാനത്തിനാണ്. അപ്പൊ ഓസ്കാർ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ ഏതാണ്? ഇന്ത്യക്കാരി ബാനു അത്തയ്യ 83 ഏത് സിനിമയിലൂടെ? ഗാന്ധി സിനിമയിലെ വേഷവിധാനത്തിന്. 2 ഓസ്കാർ അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ AR റഹ്മാൻ 2009 സ്ലം ഡോഗ് മില്യനെയർ ആയിരുന്നു കേട്ടോ. സംഗീത സംവിധാനവും സംഗീതത്തിനും 2 ഓസ്കാർ അവാർഡുകൾ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ AR റഹ്മാൻ 2009 സ്ലം ഡോഗ് മില്യനെയർ. അപ്പൊ ഓസ്കാർ പുരസ്കാരം ആദ്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആരാണ്? 83 ബാനു അത്തയ്യ ഗാന്ധി സിനിമയിലാണ്. ഓക്കെ. ഓസ്കാർ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ചോദിച്ചാൽ റസൂൽ പൂക്കുട്ടിയാണ്. 2009 സ്ലം ഡോഗ് മില്യനെയർ എന്ന സിനിമയിലൂടെയാണ് മലയാളി ചോദിച്ചത്. ഓസ്കാർ പുരസ്കാരം ആദ്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന മലയാളി ആരാണ്? റസൂൽ പൂക്കുട്ടി. കൊല്ലം അഞ്ചൽ വിളക്കുപാറയിലാണ് ഇദ്ദേഹത്തിന്റെ സ്ഥലം. അഞ്ചൽ വിളക്കുപാറ. ഇനി ഇതും ഉറപ്പായിട്ട് വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. പഞ്ചശീല തത്വങ്ങൾ ഏത് വർഷം വന്നു? 54. പഞ്ചശീല തത്വങ്ങൾ ഏത് വർഷമാണ്? 1954. ഇന്ത്യ ചൈനയാണ് പഞ്ചശീല തത്വങ്ങളിൽ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ഈ നെഹ്റുവും ചൈനയുടെ പ്രീമിയറായ ചൗവൻലായും തമ്മിലായിരുന്നു പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്. അപ്പൊ പഞ്ചശീല തത്വങ്ങൾ ഏത് വർഷമാണ്? 54 ഇന്ത്യ ചൈനയും തമ്മിലാണ്. ഇന്ത്യയുടെ നെഹ്റുവും ചൈനയുടെ ചൗവൻലായും ആണ് ഒപ്പുവെച്ചത്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്ന് തന്നെ വിളിക്കുന്നത് ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഓക്കെ. അടുത്ത ഓക്കെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന് ഫസൽ അലി കമ്മീഷൻ വന്നത് 53 ഫസൽ അലി കമ്മീഷൻ. അപ്പൊ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ പേര് പഠിച്ചേ. ഫസൽ അലി 53 ഈ കമ്മീഷൻ അംഗങ്ങളിൽ 3 പേരുണ്ടായിരുന്നു. ഫസൽ അലി, HN ഖുസ്രു, സർദാർ KM പണിക്കർ കേട്ടോ. ഫസൽ അലി കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? താഴെ പറയുന്നതിൽ അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കും. ഫസൽ അലി, HN ഖുസ്രു, KM പണിക്കർ. ഫസൽ അലി കമ്മീഷനിൽ അംഗമായ ഒരേ ഒരു മലയാളി ആരാണ്? നമ്മുടെ സർദാർ KM പണിക്കരാണ്. സംസ്ഥാന പുനഃസംഘടന റിപ്പോർട്ട് സമർപ്പിച്ചത് 55 സംസ്ഥാന പുനഃസംഘടനാ നിയമം വന്നത് 56 കൂടിയാണ്. ഇതായിരിക്കും ചോദിക്കാൻ സാധ്യത. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് 14 സംസ്ഥാനങ്ങളാണ് വരുന്നത്. നമ്മുടെ കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളാണ്. അപ്പം ഫസൽ അലി കമ്മീഷൻ എന്നു ചോദിച്ചാൽ 53 അവർ റിപ്പോർട്ട് സമർപ്പിച്ചത് 55 സംസ്ഥാന പുനഃസംഘടനാ നിയമം എന്നു ചോദിച്ചാൽ 56 ഫസൽ അലി കമ്മീഷനിൽ അംഗമായ ഒരേ ഒരു മലയാളി ആരാണ്? ഒരേ ഒരു മലയാളി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സർദാർ KM പണിക്കരാണ്. അപ്പൊ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇന്ത്യയിൽ അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന് മിസൈൽ മാൻ നമുക്കറിയാം APJ അബ്ദുൽ കലാം. തമിഴ്നാട് രാമേശ്വരംകാരനല്ലിയോടെ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ വനിത നമ്മുടെ ആലപ്പുഴക്കാരിയായ ടെസ്സി തോമസ് ആണ്. ഇന്ത്യയുടെ മിസൈൽ വനിത ആരാണ്? ആലപ്പുഴക്കാരിയായ ടെസ്സി തോമസ്. അദ്ദേഹത്തിന് ഇവർ ഏത് മിസൈൽ ആയിരുന്നടെ? അഗ്നി 5ന്റെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു. അഗ്നി 5ന്റെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു ആരാ? ടെസ്സി തോമസ്. അപ്പൊ ഇന്ത്യയുടെ മിസൈൽ വനിത ആരാടെ? ടെസ്സി തോമസ്, ആലപ്പുഴക്കാരിയാണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ ആരാടെ? അത് APJ അബ്ദുൽ കലാം ആണ് മിസൈൽ മാൻ. ഇന്ത്യയുടെ റോക്കറ്റ് മാൻ K ശിവൻ. നമ്മുടെ ചന്ദ്രയാൻ 2 പോകുമ്പോൾ ISROയുടെ ചെയർമാൻ K ശിവൻ അല്ലേ? ഇന്ത്യയുടെ റോക്കറ്റ് മാൻ K ശിവൻ. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ ഋതു ഖരീദർ എന്ന് പറയുന്നതാണ്. ഇന്ത്യയുടെ റോക്കറ്റ് മാൻ K ശിവൻ. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ ആരാണ്? ഋതു ഖരീദർ. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ വന്നത് 1984 കൊൽക്കത്തയിലാണ്. ആദ്യത്തെ മെട്രോ റെയിൽവേ, ഭൂഗർഭ റെയിൽവേ എന്നൊക്കെ ചോദിച്ചാൽ കൊൽക്കത്തയില ഒരുവിധം എല്ലാം വരുന്നത്. ആദ്യ യൂണിവേഴ്സിറ്റി, ആദ്യ മെഡിക്കൽ കോളേജ്, ആദ്യ സുപ്രീം കോടതി, ആദ്യ ഹൈക്കോടതി, ആദ്യ യൂണിവേഴ്സിറ്റി, ആദ്യ സുപ്രീം കോടതി, ആദ്യ മെഡിക്കൽ കോളേജ്, ആദ്യ ഹൈക്കോടതി, ഇതെല്ലാം വരുന്നത് സുപ്രീം കോടതി നമ്മുടെ കൊൽക്കത്തയിലാണ്. 84 കൊൽക്കത്തയിൽ. കൊച്ചി മെട്രോ വന്ന ഡേറ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ 2017 ജൂൺ 17 കേട്ടോ. ആദ്യ മെട്രോ എവിടെയാണ്? കൊൽക്കത്തയാണ്. 84 കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള വൈദ്യുതി താപവൈദ്യുതിയും കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള വൈദ്യുതി ജലവൈദ്യുതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള വൈദ്യുതി താപവൈദ്യുതി, കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള വൈദ്യുതി ഏതാണ്? ജലവൈദ്യുതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടം അഥവാ ജെർസപ്പോ വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഷിമോഗ ജില്ലയിലാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് വെള്ളച്ചാട്ടം അഥവാ ജെർസപ്പോ വെള്ളച്ചാട്ടം കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ ശരാവതി നദിയിലും. ഇന്ത്യയിലെ ഏറ്റവും വീതി കൂടിയ വെള്ളച്ചാട്ടം ചിത്രകൂട്ട് വെള്ളച്ചാട്ടം ഇന്ദിരാവതി നദിയിൽ ഛത്തീസ്ഗഡിലാണ്.
അപ്പം വലിയ വെള്ളച്ചാട്ടം ചോദിച്ചാൽ ജോഗ് വെള്ളച്ചാട്ടം, വീതി കൂടിയ വെള്ളച്ചാട്ടം ചോദിച്ചാൽ ചിത്രകൂട്ട് വെള്ളച്ചാട്ടം, ഇന്ദ്രാവതി നദി ഛത്തീസ്ഗഡില. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്ന് വിളിക്കുന്നത് ജാർഖണ്ഡിലെ റാഞ്ചിയാണ് കേട്ടോ. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം ഏതാണ്? ജാർഖണ്ഡിലെ റാഞ്ചിയാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മാജുലി ദ്വീപ് ആസാമാണ് അല്ലെ. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ആസാം മാജുലി ദ്വീപ്. ഏത് നദിയിലാ? ബ്രഹ്മപുത്രയിലാണ്. മാജുലി ദ്വീപ് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്രയിൽ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നദി ബ്രഹ്മപുത്രയാണ്. പിന്നെ ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഈ ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി സുബൻസിരി. പഠിച്ചു വെച്ചിരിക്കണേ. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സുബൻസിരി. സുബൻസിരിയാണ് ഏറ്റവും വലിയ പോഷക നദി. ടീസ്റ്റ, മാനസ്, ലോഹിത് ഇതൊക്കെ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ്. മൊത്തം 36 ദ്വീപുകൾ ലക്ഷദ്വീപിലുണ്ട് കേട്ടോ. ലക്ഷദ്വീപിൽ മൊത്തം എത്ര ദ്വീപുണ്ട്? 36. അതിൽ വലിയ ദ്വീപ് ചോദിച്ചാൽ ആന്ത്രോത്തും, ജനസംഖ്യ കൂടിയ ദ്വീപ് ചോദിച്ചാൽ കവരത്തിയും, ഏറ്റവും ചെറിയ ദ്വീപ് ചോദിച്ചാലും ജനസംഖ്യ കുറഞ്ഞ ദ്വീപ് ചോദിച്ചാലും ബിത്രയാ പറയേണ്ടത്. അപ്പൊ ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകളുണ്ട്? 36 ദ്വീപുകൾ. ലക്ഷദ്വീപിലെ വലിയ ദ്വീപ് ആന്ത്രോത്ത്, ചെറിയ ദ്വീപ് ബിത്ര. ലക്ഷദ്വീപിൽ ജനസംഖ്യ കൂടിയ ദ്വീപ് കവരത്തി. തലസ്ഥാനവും കവരത്തിയല്ലേ? ആണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനവും കവരത്തിയാണ്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപും ജനസംഖ്യ കുറഞ്ഞ ദ്വീപും ബിത്രയാണ്. ഓക്കെ. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയത് 2012 ജൂലൈ 1 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ്? 2012 ജൂലൈ 1. ഈ പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്? പശ്ചിമഘട്ടം തമിഴ്നാടിലൂടെ പോകുന്നുണ്ട്, കേരളത്തിലൂടെ പോകുന്നുണ്ട്, കർണാടകയിലൂടെ പോകുന്നുണ്ട്, ഗോവയിലൂടെ പോകുന്നുണ്ട്, മഹാരാഷ്ട്രയിലൂടെ പോകുന്നുണ്ട്, പിന്നെ ഗുജറാത്തിലൂടെയും പോകുന്നുണ്ട്. ഓക്കെ, പഠിച്ചു വെച്ചിരിക്കണേ 6 സ്റ്റേറ്റ്. അപ്പൊ പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ പറഞ്ഞാടെ തമിഴ്നാട് താഴേന്നേ ചിന്തിച്ചാൽ മതി. തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് ഉണ്ടോ? ഇല്ല. പശ്ചിമഘട്ടത്തിൽ ആന്ധ്രാപ്രദേശ് വരുന്നത്. തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് കിട്ടുമല്ലോ. അപ്പൊ പശ്ചിമഘട്ടം കടന്നു പോകുന്ന സ്റ്റേറ്റുകൾ. എന്നാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 2012 ജൂലൈ 1 1600 കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിന്റെ ശരാശരി നീളം. അവിടെ ഏറ്റവും ഉയർന്ന കൊടുമുടി ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ആനമുടി, 2695 മീറ്റർ. എവിടെ ആനമുടി സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലെ ഇരവികുളം ദേശീയ പാർക്ക്. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലെ ഇരവികുളം ദേശീയ പാർക്കിനകത്താണ് ആനമുടി. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്ദാഗാഡ. പഠിച്ചിട്ടില്ലേ? ജിന്ദാഗാഡ ആന്ധ്രാപ്രദേശിലെ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആന്ധ്രാപ്രദേശിലെ ജിന്ദാഗാഡ. ഇന്ത്യയുടെ തടാക ജില്ല നൈനിറ്റാളും ഇന്ത്യയുടെ തടാക നഗരം ഉദയ്പൂറുമാണ്. ഇന്ത്യയുടെ തടാക ജില്ല ഏതാണ്? നൈനിറ്റാളും ഇന്ത്യയുടെ തടാക നഗരം ഏതാണ്? ഉദയ്പൂരുമാണ് പറയേണ്ടത്. ഇന്ത്യയുടെ പ്രാദേശിക സമയരേഖ 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. ഇത് തെറ്റരുത്, കിഴക്കൻ ഇത് വേണം കേട്ടോ. 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. ഇന്ത്യയുടെ പ്രാദേശിക സമയരേഖ കടന്നു പോകുന്ന പ്രദേശം ചോദിച്ച അലഹബാദും ഇതിന്റെ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് അലഹബാദിലെ മിർസാപൂരിലുമാണ്. അപ്പൊ ഇന്ത്യയുടെ പ്രാദേശിക സമയം ഏതാണ്? 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ്. പ്രാദേശിക സമയരേഖ കടന്നു പോകുന്നത് അലഹബാദിലാണ്. ഇതിന്റെ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മിർസാപൂർ, അലഹബാദിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാജ്യം, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാൻ എന്നാ പറയേണ്ടത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ ചൈന, ചെറുതേതാണ്? ഭൂട്ടാൻ. ഇനി കര ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയുടെ അയൽ രാജ്യം ബംഗ്ലാദേശും കര അതിർത്തി കുറവുള്ളത് അഫ്ഗാനിസ്ഥാൻകാർക്കാണ്. അപ്പൊ കര ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിനും കര ഇന്ത്യയുമായി കുറവാർക്കാണ്? അഫ്ഗാനിസ്ഥാൻ. അല്ലാതെ അയൽ രാജ്യം ചോദിച്ചാൽ ചൈന വലുത്, ചെറുത് ഭൂട്ടാൻ. തിരിഞ്ഞു പോരുന്നത് ഏത് ഹാളിൽ പോകുമ്പോ? അടുത്ത നോക്കെ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് ലൈൻ, ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ, ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ. രണ്ടെണ്ണം പറയാം. പാക് കടലിടുക്കും, ഗൾഫ് ഓഫ് മാന്നാറും ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ പറയാം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഡ്യൂറന്റ് രേഖ, അല്ലെങ്കിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നും പറയാറുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ചോദിച്ചാൽ ഡ്യൂറന്റ് രേഖ. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ്, ഇന്ത്യ ചൈന മക്മോഹൻ, ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്കും, ഗൾഫ് ഓഫ് മാന്നാറും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖയാണ്. അടുത്ത ഓക്കെ, പാർലമെന്റിൽ എന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് വെച്ചാൽ 2009 ഓഗസ്റ്റ് 26 കൂടിയാണ്. ചിലപ്പോൾ ഓഗസ്റ്റ് 4
4 1 ഒക്കെ പറയാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. ഈ ഡേറ്റ് ഉറപ്പായിട്ട് പഠിക്കുക. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം എന്നാണ് 2010 ഏപ്രിൽ 1. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭേദഗതി എത്രയാണ്? 2002-ലെ 86-ാം ഭേദഗതി. ഉറപ്പായിട്ട് വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. 2002-ലെ 86-ാം ഭേദഗതി പ്രകാരമാണ് വന്നത്. ഇന്ത്യയുടെ ഔദ്യോഗിക പതാക നിർമ്മാണ കേന്ദ്രം, നമ്മുടെ ഔദ്യോഗിക പതാക നിർമ്മാണ കേന്ദ്രം കർണാടകയിലെ ഹൂബള്ളി അഥവാ ഹൂബ്ലി എന്ന് പറയാം. പതാക നിർമ്മാണം. ഇന്ത്യൻ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യാണ്. പതാകയുടെ ശില്പി ചോദിച്ചാൽ ആരാണ്? ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ. അപ്പൊ ഇന്ത്യയിലെ ഔദ്യോഗിക പതാക നിർമ്മിക്കുന്നത് എവിടെ? അത് കർണാടകയിലെ ഹൂബള്ളി. ഇന്ത്യയുടെ പതാകയുടെ ശില്പി ആരെന്ന് ചോദിച്ചാൽ പിംഗലി വെങ്കയ്യ, ആന്ധ്രാപ്രദേശുകാരൻ. ഇന്ത്യൻ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. ഇത് ശ്രദ്ധിച്ചോണം. നീളവും വീതിയും എന്ന് ചോദിച്ചാൽ 3:2. വീതിയും നീളവും ആകുമ്പോൾ തിരിച്ചെഴുതിയേക്കണേ 2:3. പതാക ദിനം ഡിസംബർ 7 ആണ് കേട്ടോ. പതാകകളെ കുറിച്ചുള്ള പഠനം വെക്സിലോളജി എന്നാണ്. പതാകകളെ കുറിച്ചുള്ള പഠനം ഏതാണ്? വെക്സിലോളജി. ഇന്ത്യയുടെ ദേശീയ പതാക ഇന്ത്യ അംഗീകരിച്ചത് 47 ജൂലൈ 22. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കുറച്ച് ദിവസം മുമ്പ്. അപ്പം ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് 47 ജൂലൈ 22. പതാക ദിനം എന്ന ഡിസംബർ 7-നാണ്. പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്ര? 3:2 ആണ്. പതാകകളെ കുറിച്ചുള്ള പഠനം ഏതാണ്? വെക്സിലോളജി. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണോ അരയാലാണോ? ദേശീയ വൃക്ഷം പേരാലാണ്. പേരാലിന്റെ ശാസ്ത്രീയ നാമമാണ് ഫൈക്കസ് ബംഗ്ലാൻസിസ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയല്ലി. താമരയുടെ ദേശീയ ശാസ്ത്രീയ നാമം നിലംബോ സ്പീഷ്യസ്. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയല്ലി. കടുവയുടെ ശാസ്ത്രീയ നാമം പന്തീറ ടൈഗ്രിസ്. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ്. മയിലിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാസസ്. ഏതൊക്കെയാണ്? പേരാലാകുമ്പം ഫൈക്കസ് ബംഗ്ലാൻസിസ്, താമരയാകുമ്പം നിലംബോ സ്പീഷ്യസ്, കടുവയാകുമ്പം പന്തീറ ടൈഗ്രിസ്, ആനയാകുമ്പം എലിഫസ് മാക്സിമസ്, മയിലാകുമ്പം പാവോ ക്രിസ്റ്റാസസ് ആണ് മയിലിൻ്റെത്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത സ്വാഭാവികമായിട്ടും ഈ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കമ്മിറ്റി സപ്രൂ കമ്മിറ്റി അല്ലെ. നിർദ്ദേശക തത്വങ്ങളാകുമ്പോൾ തേജ് ബഹാദൂർ സപ്രൂ. മൗലിക കർത്തവ്യങ്ങളാകുമ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. അപ്പൊ നിർദ്ദേശക തത്വങ്ങളാകുമ്പോൾ സപ്രൂ കമ്മിറ്റി, മൗലിക കർത്തവ്യങ്ങളാകുമ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റി. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4-ലാണ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 36 മുതൽ 51 ബേസേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം സപ്രൂ കമ്മിറ്റി പ്രകാരം വന്നു. ഭാഗം 4-ലാണ്. കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. ആർട്ടിക്കിൾ എത്രയാണ്? 36 മുതൽ 51 വരെ. ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തു? അയർലൻഡിൽ നിന്നാണ് കടമെടുത്തത്. മൗലിക കർത്തവ്യങ്ങൾ അതുപോലെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരമാണ്. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 51A ആണ്. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 4A ആണ്. മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് റഷ്യയിൽ നിന്ന്. എത്ര മൗലിക കർത്തവ്യങ്ങൾ ഉണ്ടടെ? 11 മൗലിക കർത്തവ്യങ്ങൾ. അപ്പൊ മൗലിക കർത്തവ്യങ്ങൾ എത്ര എണ്ണം ഉണ്ടടെ? 11 മൗലിക കർത്തവ്യങ്ങളാണ്. മൗലിക കർത്തവ്യങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം 1976-ലെ 42-ാം ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം. മൗലിക കടമകൾ നിലവിൽ വന്നത് 77 ജനുവരി 3-നും 42-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 11 എണ്ണം ഉണ്ട്. അപ്പൊ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം 76-ലെ 42-ാം ഭേദഗതി നിലവിൽ വന്നത് 77 ജനുവരി 3-ന്. നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. എത്ര എണ്ണം ഉണ്ട്? 11 എണ്ണമാണുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ബേസിക് എഴുതിയിട്ടുള്ളൂ. നോക്കേ, 93 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. നിയമം വന്നത് 93 സെപ്റ്റംബർ 28-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനത്തിന് പറയുന്ന പേര് സർദാർ പട്ടേൽ അഥവാ മാനവാധികാർ ഭവൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്ര. ഇപ്പോഴത്തെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകുന്ന മലയാളി KG
ബാലകൃഷ്ണനാണ് കേട്ടോ. ഒരു മലയാളി നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ KG. ബേസ് ഇതൊക്കെ ബേസ് ഭരണഘടനയുമായി ബന്ധപ്പെട്ടോ നിയമമായിട്ട് ചോദിക്കും. ഇനി വിവരാവകാശ കമ്മീഷന്റെ ബേസ് അങ്ങ് പഠിച്ചേരെ. 2005 ഒക്ടോബർ 12 വന്നു. പാർലമെന്റ് പാസ്സാക്കുന്നത് 2005 ജൂൺ 15 ഇതിന്റെ ആസ്ഥാനത്തിന് പറയുന്ന പേര് CAC ഭവൻ. ഇതിന്റെ ആദ്യത്തെ ആളാരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ആള് വജാഹത്ത് ഹബീബുള്ള. ഇപ്പോഴത്തെ ആളാരാണ്? രാജ്കുമാർ ഗോയൽ അല്ലേ? അതൊക്കെ പുതിയത് അവസാനം ഞാൻ എഴുതി തരാം. രാജ്കുമാർ ഗോയൽ ആണ് ഇപ്പോഴത്തെ ആരെന്ന് വെച്ചാൽ. അടുത്ത ഓക്കെ, റിസർവ് ബാങ്ക് നിലവിൽ വന്നത് ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ബേസ് ക്വസ്റ്റ്യൻ 35 ഏപ്രിൽ 1 രൂപീകരിച്ച കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ. റിസർവ് ബാങ്ക് നിയമം വന്നത് 36. കണ്ടോ, റിസർവ് ബാങ്ക് നിയമം നിലവിൽ വന്നത് 1934. റിസർവ് ബാങ്ക് ആക്ട് എന്ന് ചോദിച്ചാൽ എന്താണ്? 34. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 49 ജനുവരി 1. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിന്റ്. ആദ്യ ആസ്ഥാനം കൊൽക്കത്ത, 37 വരെ കൊൽക്കത്ത. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലെ മൃഗം കടുവയും ചിഹ്നത്തിലെ വൃക്ഷം എണ്ണപ്പനയുമാണ്. ഓക്കെ, 35 ഏപ്രിൽ 1 വന്നു. രൂപീകരിച്ച കമ്മീഷൻ 28 ഹിൽട്ടൺ യങ് കമ്മീഷൻ പ്രകാരമാണ് രൂപീകരിച്ചത്. 34 റിസർവ് ബാങ്ക് ആക്ട് വരുന്നു. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 49 ജനുവരി 1 റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിന്റ് ആണ്. ആദ്യ ആസ്ഥാനം കൊൽക്കത്തയാണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലെ മൃഗം ഏതാണ്? കടുവയാണ്. ചിഹ്നത്തിലെ വൃക്ഷം എണ്ണപ്പന. ബേസ് ക്വസ്റ്റ്യൻ അത് പഠിച്ചു. ആരാ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ? റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര അല്ലെ? സഞ്ജയ് മൽഹോത്ര. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യനാണ്. കോഴിക്കോടുകാരനാണ് ധവള വിപ്ലവത്തിന്റെ പിതാവ്. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ഫ്ലഡ്. 1970. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഫ്ലഡ്. പാലും പാലുൽപ്പന്നങ്ങളുമായി 70. മാഗ്സേസെ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ചോദിച്ചാൽ വർഗീസ് കുര്യൻ. ആദ്യ ഇന്ത്യക്കാരൻ വിനോബ ഭാവെയാണ്. ആദ്യ മലയാളി ചോദിച്ചാൽ വർഗീസ് കുര്യനാണ് പറയേണ്ടത്. നല്ല കുറെ ക്വസ്റ്റ്യനുകളാണ്. ഹരിത വിപ്ലവത്തിന്റെ ബേസ് ഒക്കെ MS സ്വാമിനാഥൻ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ജനിച്ചത് തമിഴ്നാട് കുംഭകോണം. മരിച്ചത് 2023 സെപ്റ്റംബർ 28. ഹരിത വിപ്ലവം ആരംഭിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയത് പ്ലാൻ ഹോളിഡേയിലാണ്. ഉദ്ഘാടനം ചെയ്തത് 3ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ലാസ്റ്റ് ഹരിത വിപ്ലവത്തിന്റെ 1ാം കാലഘട്ടം 65-75 ഗോതമ്പ് വിപ്ലവം എന്ന് പറയുന്നു. 1ാം കാലഘട്ടത്തെ ഗോതമ്പ് വിപ്ലവം എന്നും 2ാം കാലഘട്ടം 75-80. ഇതൊക്കെ എല്ലാവരും പഠിച്ചു വെച്ചാൽ. എന്നാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച് കണ്ടപ്പോൾ ബേസ് ഞാൻ മൊത്തം ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. കുറേ നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരുവിധം എല്ലാം നിങ്ങൾക്ക് അറിയുന്നതും അല്ലെ, ഒരു വട്ടം ഒന്ന് റിവിഷൻ ആകട്ടെ എന്ന് വെച്ചാണ് ഞാൻ അത് കൊണ്ടുവന്നത്. ഇന്ന് ഒട്ടും വയ്യ, പനിയൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ശ്വാസം എടുക്കാൻ വയ്യ. ചുമയൊന്നും മാറാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് സൈലന്റ് ആയത്. എന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലായി, എൻ്റെ കൂടെ ഒന്ന് അക്സെപ്റ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ എനിക്ക് സാറിന് ഒരു മൂഡില്ലല്ലോ എന്നൊന്നും വിചാരിക്കരുത്. കാരണം വയ്യാത്തതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അല്ലല്ലോ, ഒത്തിരി കണക്ട് ചെയ്ത് പറയേണ്ടതാണ്. ഓക്കെ, എന്നാലും ഞാൻ ഇനിയും കാണും. കൂടെ പരീക്ഷ വരെ മാക്സിമം കറണ്ട് അഫേഴ്സും ഹോട്ട് ടോപ്പിക്സുകളൊക്കെ ഇനിയും എഴുതി തരാം. നല്ല രീതിയിൽ ഇതങ്ങ് പഠിച്ചു തീർത്ത് വെക്കുക. ഇത് ജസ്റ്റ് ഒരു അരമണിക്കൂറേ ഉള്ളൂ. പഠിച്ചവർക്ക് ഒരു വട്ടം ഒന്ന് കണ്ണോടിക്കാനേ ഉള്ളൂ. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഇതങ്ങ് പഠിക്കണം. ഇതിൽ നിന്ന് വരും, ആവർത്തനം വരും തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല രീതിയിൽ കമന്റുകൾ ഇടുക. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. അടുത്ത ഒരു ക്ലാസ്സിൽ നല്ല കുറേ പോയിന്റുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.